ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോണിറ്റൈസേഷനെ കുറിച്ചാണ്. എന്താണ് മോണിറ്റൈസേഷൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. യൂട്യൂബ് വഴി വരുമാനം സമ്പാദിക്കാനുള്ള പ്രധാന ഘടകമാണ് മോണിറ്റൈസേഷൻ. എന്നാൽ 2024-25 ആ വർഷത്തെ അപേക്ഷിച്ച് പുതിയ ചില മാറ്റങ്ങൾ നമ്മുടെ യൂട്യൂബിൽ വരുത്തിയിട്ടുണ്ട് ഗൈസ്. ആ മാറ്റങ്ങൾ എന്താണെന്നാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി, സൂപ്പർ താങ്ക്സ് ആൻഡ് ഷോർട്ട് ബോണസ് എന്നീ ഘടകങ്ങളുടെ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വരിവരിയായി അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി റൂൾസിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പുതിയ റൂള് 500 സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ 3 പബ്ലിക് അപ്ലോഡ്സ് ഇൻ ലാസ്റ്റ് 90 days. ഇനി മൂന്നാമത്തത് 3000 hours watch time in 12 months or 3 million short views in last 90 days. ഇതാണ് പുതിയ റൂള്. ഇനി പഴയ റൂളിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവർ ടൈമും ആയിരുന്നു. വ്യത്യാസം നോക്കിക്കേ, 1000 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് നേടിയാൽ മതി. അതേപോലെ 3000 വാച്ച് ഓവർ ടൈം 12 മാസവും അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസും കിട്ടിയാൽ മതി. വന്ന വ്യത്യാസങ്ങൾ നോക്കൂ. ഇത് പുതിയതായിട്ട് വന്ന ക്രിയേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഇനി മോണിറ്റൈസേഷൻ ലഭിച്ചാൽ എന്തൊക്കെ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാം, അതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ഒന്നാമത് ആഡ് റവന്യൂ, രണ്ടാമത് ചാനൽ മെമ്പർഷിപ്പ്, മൂന്നാമത് സൂപ്പർ ചാറ്റ് ഓർ സൂപ്പർ താങ്ക്സ്, നാലാമത്തെ റവന്യൂ ഷോർട്ട് ഫണ്ട് ഓർ ബോണസ്, യൂട്യൂബ് പ്രീമിയം റവന്യൂ. ഇതാണ് മോണിറ്റൈസേഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാനങ്ങൾ. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഷോർട്സ് മോണിറ്റൈസേഷൻ എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇനി ഷോർട്സ് വ്യൂസ് മാത്രമല്ല, ആഡ് റവന്യൂ വരെ ഈ ഒരു പുതിയ പദ്ധതിയിൽ ക്രിയേറ്റേഴ്സിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഇൻ ലാസ്റ്റ് 90 days മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. എന്താണ് സൂപ്പർ താങ്ക്സ് ആൻഡ് സൂപ്പർ ചാറ്റ്സ് ഒന്ന് നോക്കിയാലോ. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് നേരിട്ട് 50 രൂപ മുതൽ 5000 രൂപ വരെ സപ്പോർട്ട് നൽകാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ സെറ്റിംഗ്സിൽ സൂപ്പർ ചാറ്റ് ആൻഡ് താങ്ക്സ് എന്ന സെക്ഷൻ ഓൺ ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനി മോണിറ്റൈസേഷൻ പ്രോസസ് എങ്ങനെ ആരംഭിക്കാം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക, അതിൽ ഏൺ ടാബ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് വൺ മോണിറ്റൈസേഷൻ എലിജിബിൾ ആണെന്ന് കാണുകയാണെങ്കിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗൂഗിൾ ആഡ്സെൻസ് കണക്ട് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം റിവ്യൂ അയക്കുക. ഇത് എല്ലാം ചെയ്ത ശേഷം സാധാരണയായി 1 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഇനി ക്രിയേറ്റേഴ്സ് ഒഴിവാക്കേണ്ട മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. കോപ്പി റൈറ്റഡ് മ്യൂസിക് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഫേക്ക് എൻഗേജ്മെന്റ് നടത്താതിരിക്കുക. അതേപോലെ റിപ്പീറ്റേറ്റീവ് ഓർ ലോ ക്വാളിറ്റി വീഡിയോസ്, യാതൊരു കണ്ടന്റും ഇല്ലാതെ വെറുതെ ഓരോ വീഡിയോ നമ്മൾ ഇടാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ലംഘിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സേഫ് ആണ്. ഇതൊക്കെയാണ് യൂട്യൂബിലെ പുതിയ മാറ്റങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.